നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു സ്പെഷ്യൽ മാങ്ങ ജ്യൂസ് ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അവരധികം നേരം ഇരിക്കില്ല, ഞങ്ങൾ ജസ്റ്റ് വന്നിട്ട് പോകും എന്ന് പറഞ്ഞത് കൊണ്ട് സ്നാക്സ് മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ അവര് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് മാങ്ങ അരിഞ്ഞ് പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് നല്ലൊരു രീതിയിൽ ജ്യൂസ് അടിക്കണം. ഒരു തവണ ഇതുപോലെ ഞാൻ 2 ഏലക്കയും ചേർത്തിട്ട് ട്രൈ ചെയ്തിട്ടോ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മാങ്ങയും ഏലക്കയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല തണുപ്പിൽ തന്നെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ 2 ഐസ് ക്യൂബും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നല്ല മാങ്ങ ജ്യൂസ് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അവർ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി തണുപ്പായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചത് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റ് എത്തി. അപ്പൊ അവർക്ക് വേണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് പ്ലേറ്റിൽ വെച്ചു. പിന്നെ അതുപോലെ തന്നെ ജ്യൂസും സെർവ് ചെയ്തിട്ടോ. വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവർ പോയി കഴിഞ്ഞ ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 9:30 മണിയായിട്ടോ. ചില സമയത്ത് ഒരു കേക്കിന്റെ ക്രേവിങ്സ് ഒക്കെ നമുക്ക് തോന്നില്ലേ? അങ്ങനെ ഒരു കേക്ക് അന്വേഷിച്ചുള്ള പോക്കാട്ടോ കാണുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഒരു കേക്ക് അന്വേഷിച്ചാണോ ഇങ്ങനെ പോകുന്നതെന്ന്. ഇത് കുറച്ച് നാളായി ഞാനിത് കഴിച്ചിട്ട് പിന്നെ ഒന്ന് പുറത്തേക്കും കൂടി പോവാന്ന് വിചാരിച്ചിട്ടാണ്ടോ അങ്ങനെ ഈ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിലാണ്ടോ ഈ കേക്ക് ഉള്ളത്. ഞാൻ കുറച്ച് നാളായി അത് കഴിച്ചിട്ട്. അപ്പം അവിടെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഈ കാണുന്ന മുഴുവൻ പലതരത്തിലുള്ള സ്വീറ്റ്സുകളാണ്. ഏതൊക്കെ സ്വീറ്റ്സ് ആണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഞാനിതാ നമ്മുടെ കേക്കിനാണ് കേട്ടോ അന്വേഷിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞാനത് ആളെ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മൾ പാക്ക് ചെയ്തോളാൻ പറ്റുന്നുണ്ട്. ബോൺവിറ്റ കേക്ക് ഉണ്ട്. എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് മുമ്പോട്ടേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. പിന്നെ ഒരുപാട് അവരുടെ വെറൈറ്റി സ്നാക്സ് കാര്യങ്ങളൊക്കെ ആ കേക്ക് ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇറങ്ങാൻ നേരത്താണ് ഈ ഒരു അലുവ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമ്മുടെ പാലലുവ, പാല് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ അലുവയാണ്. അങ്ങനെ 1-2 പേര് പറഞ്ഞ് ഞാനത് കേട്ടത് കൊണ്ട് അതിന്റെ ചെറിയൊരു പീസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ട് വേണമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു അലുവയാണ് കേട്ടോ. അങ്ങനെ അതും മേടിച്ചു. അപ്പൊ ഇത് നല്ല ജ്യൂസ് ഞാൻ കഴിച്ചപ്പോൾ നല്ല ജ്യൂസ്, നമ്മൾ വായിലിട്ടാൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ഒരു കടയിൽ കയറാനുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ കയറി നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ മേടിച്ച് നേരെ വീട്ടിലെത്തിയ ശേഷം ആദ്യമേ ഞാൻ ഓപ്പൺ ചെയ്തത് ഈ കേക്കിന്റെ ബോക്സ് ആണ് കേട്ടോ. ഇത് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഭയങ്കര